من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا ومن الناس من يقول ربنا آتنا في الدنيا حسنة وما له في الآخرة من خلاق. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവെ കൊണ്ട് ജീവിക്കണമേ. സ്വയം ഓർക്കുന്നതോടൊപ്പം ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മഹത്തായ ഹജ്ജ് കർമ്മം നിർവഹിച്ചുകൊണ്ട് ഹാജിമാരെല്ലാം നമ്മുടെ നാടുകളിലേക്ക് മടങ്ങുവാനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെയുള്ള ഹാജിമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഉപദേശമാണ് ഇന്നത്തെ ഖുത്ബയിലൂടെ പരാമർശിക്കുവാൻ ഉദ്ദേശിച്ചത്. ഹാജിമാർക്കെന്ന പോലെ ഓരോ വിശ്വാസികളും മനസ്സിലാക്കേണ്ട, ജീവിതത്തിൽ പകർത്തേണ്ട ചില കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നു. ഫൈദാ ഖളൈതും മനാസികകും, നിങ്ങൾ ഹജ്ജിന്റെ കർമ്മം നിർവഹിച്ചു കഴിഞ്ഞു, പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്കറിയാം, ഹജ്ജ് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ മനസ്സ് നിഷ്കളങ്കമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ അവർ ജനിച്ച നിഷ്കളങ്കനായ ഏറ്റവും നല്ല ഒരു കുട്ടിയുടെ മനസ്സാണ് അല്ലാഹു അവർക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞതാണ്. അല്ലാഹുവിന് മുമ്പിൽ എല്ലാ പാപങ്ങളും അവർ ഏറ്റുപറഞ്ഞ് വൃത്തിയുള്ള മനസ്സുമായിട്ടാണ് അത്തരത്തിലുള്ള ആളുകൾ വരുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം, ഹജ്ജിന് പോവാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും അലൈഹിസ്സലാം കഥകളും വാർത്തകളും ചരിത്രങ്ങളും കേൾക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് ഈ മാസം നമ്മളും ധന്യമാക്കിയിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നു, ഇനി നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്തായിരിക്കണം നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം. കദിക്രിക്കും, നിങ്ങൾ ഓർക്കുന്നത് പോലെ, ആബാഅക്കും, നിങ്ങളുടെ പിതാക്കളെ ഓർക്കുന്നത് പോലെ,
മക്കളെ അള്ളാഹു ഉപദേശിക്കുന്നത് പോലെയാണ് ഈ ആയത്തിൽ അള്ളാഹു ഉപദേശിക്കുന്നത്. ഒരു പിതാവ് മക്കളെ ഉപദേശിക്കുന്നത് പോലെ അള്ളാഹു ഉപദേശിക്കുകയാണ്. ആബാഅക്കും, നിങ്ങളുടെ പിതാക്കളെ നിങ്ങൾ ഓർക്കുന്നത് പോലെ, ഔ അശദ്ദ ദിക്റ, അല്ലെങ്കിൽ അതിനേക്കാൾ നന്നായി നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം. ഫമിനന്നാസി, മനുഷ്യരിലുണ്ട്, മൻ യഖൂലു, പറയുന്നവർ. എന്താണ് അവർ പറയുന്നത്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, റബ്ബനാ, നമ്മുടെ റബ്ബേ, ആതിനാ, ഞങ്ങൾക്ക് നൽകണം, ഫിദ്ദുനിയാ, ദുനിയാവിൽ, ഹസന, നന്മകൾ ധാരാളം നൽകണേ. ഇങ്ങനെ മാത്രം ചിന്തിക്കുന്ന ആളുകളായി നിങ്ങൾ മാറരുത് എന്നാണ് അവർക്ക് അള്ളാഹു നൽകുന്ന ഉപദേശം. ഇനി നിങ്ങൾ ജീവിക്കേണ്ടത് അള്ളാഹുവിന്റെ സ്മരണയിലാകുന്നു. നിങ്ങൾ ദുനിയാവിന്റെ സ്മരണയിൽ മാത്രം ജീവിക്കുന്ന ആളുകളാവാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മളെ ജീവിക്കുമ്പോ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോ അള്ളാഹുവിന്റെ സ്മരണയിൽ കൂടെ ഉണ്ടായിരിക്കണം. ദുനിയാവിന്റെ കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ട്, ദുനിയാവിന്റെ കാര്യത്തിൽ മാത്രം ബേജാറായിക്കൊണ്ട്, ദുനിയാവിന്റെ കാര്യത്തിൽ മാത്രം പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട് എന്റെ ദുനിയാവ് എന്താവും, ദുനിയാവിന്റെ കാര്യം എന്താവും എന്ന് മാത്രം ചിന്തിച്ച് എന്റെ മക്കളുടെ കാര്യം, എന്റെ ഭവനത്തിന്റെ കാര്യം, എന്റെ കച്ചവടത്തിന്റെ കാര്യം, ഇക്കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് ടെൻഷനാകുന്ന, ആശങ്കപ്പെടുന്ന, ആകുലപ്പെടുന്ന ആളുകളായി ഇനി നിങ്ങൾ മാറാൻ പാടില്ല. നിങ്ങൾ അള്ളാഹുവിന്റെ സ്മരണ നിലനിർത്തിക്കൊണ്ടുള്ള ജീവിതമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്കൊരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താണ് ആ കഥ? നാളെ പരലോകത്ത് 3 ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരികയാണ്. അവരെ ചോദ്യം ചെയ്യുന്നു, അവരോട് കാര്യങ്ങൾ ചോദിക്കുന്നു. ഒരാളെ കൊണ്ടുവന്നിട്ട് ചോദിക്കും, അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ആളാണ്. അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കും. അദ്ദേഹത്തിന്റെ ശക്തിയും അദ്ദേഹത്തിന്റെ കഴിവുമെല്ലാം കാണിച്ചു കൊടുക്കും. അദ്ദേഹം അത് മനസ്സിലാക്കും, എന്താണ് എന്റെ ശക്തി. എന്നിട്ട് അള്ളാഹു ചോദിക്കും, എന്താണ് ഈ ശക്തി കൊണ്ട്, എന്താണ് നിന്റെ ഈ ആരോഗ്യം കൊണ്ട് നീ എന്താണ് ചെയ്തിട്ടുള്ളത്? അദ്ദേഹം ഉടനെ പറയും, ഞാൻ അള്ളാഹുവിന്റെ നിന്റെ മാർഗത്തിൽ സമരം ചെയ്തു ഷഹീദായ ഒരു വ്യക്തിയാണ്. അള്ളാഹു പറയും, കദർത്ത, നീ പറയുന്നത് കളവാണ്, നീ പറയുന്നത് കളവാണ്. എന്നിട്ട് അള്ളാഹു വിശദീകരിച്ചു കൊടുക്കും, നീ എന്റെ മാർഗത്തിൽ സമരം ചെയ്തിട്ടുണ്ട്, നീ യുദ്ധം ചെയ്തിട്ടുണ്ട്, നീ ഷഹീദായിട്ടുണ്ട്. പക്ഷേ നിന്റെ മനസ്സിൽ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയില്ലായിരുന്നു. നിന്റെ മനസ്സിലുള്ള സ്മരണ എന്തായിരുന്നു? ജനങ്ങൾ ഞാൻ നല്ലൊരു യോദ്ധാവാണെന്ന് പറയണം, ഞാൻ നല്ലൊരു യുദ്ധം ചെയ്യുന്ന ആളാണെന്ന് എന്നെ കണ്ടാൽ, എന്നെ കാണുമ്പോൾ ജനങ്ങൾ പറയണമെന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഈ യുദ്ധം ചെയ്യുകയും ഈ ഷഹീദാവുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മലക്കുകളോട് പറയുന്നു, അദ്ദേഹത്തെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ മറ്റൊരു മനുഷ്യനെ കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിന്റെ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ആദ്യം കാണിച്ചു കൊടുക്കുന്നു. ഒരുപാട് വിജ്ഞാനം നൽകിയ മനുഷ്യനാണ്. ആ അനുഗ്രഹങ്ങൾ കാണിച്ചു കൊടുത്ത് അള്ളാഹു ചോദിക്കുന്നു, ഈ അനുഗ്രഹങ്ങളൊക്കെ കണ്ടോ? അദ്ദേഹം കണ്ടു മനസ്സിലാക്കി. അള്ളാഹു ചോദിക്കുന്നു, എന്താണ് ഈ അനുഗ്രഹം കൊണ്ട് ജനങ്ങൾക്ക് ഭൂമിയിൽ ചെയ്തു കൊടുത്തിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ജനങ്ങൾക്ക് വിജ്ഞാനം പഠിപ്പിച്ചു കൊടുത്തു, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു. അള്ളാഹു പറയുന്നത്, കദർത്ത, നീ പറയുന്നത് കളവാണ്. നീ ജനങ്ങൾക്ക് വിജ്ഞാനം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, നീ ജനങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്തിനാണ് നീ പറഞ്ഞു കൊടുത്തത്? നീ നല്ലൊരു ആലിമാണെന്ന് ജനങ്ങളെ അറിയിക്കുവാൻ, നിന്നെ കാണുമ്പോൾ ജനങ്ങൾ നല്ലൊരു പണ്ഡിതനാണെന്ന് പറയുവാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് എന്ന് അള്ളാഹു അവനെ ഉറപ്പെടുത്തുന്നു. എന്നിട്ട് മലക്കുകളോട് അവനെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ പറയും. ആ ആലിമായ, ആ പണ്ഡിതനായ മനുഷ്യൻ നഷ്ടപ്പെട്ടതെന്താ? ദിക്റുല്ലാഹ്. ഞാനിത് ചെയ്യുമ്പോ അള്ളാഹുവിനെ സ്മരിക്കേണ്ടിയിരുന്നു. ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോ ജനങ്ങളെ എല്ലാം സ്മരിക്കേണ്ടിയിരുന്നത്. ജനങ്ങൾ എന്ത് പറയും, ജനങ്ങൾ എന്നെ കുറിച്ച് എങ്ങനെ പറയും എന്നല്ല നമ്മൾ സ്മരിക്കേണ്ടത് എന്ന് ആ മനുഷ്യൻ അന്ന് ബോധലായി. മൂന്നാമത്തെ ഒരു മനുഷ്യനെ കൊണ്ടുവരുന്നു.
ധാരാളം സമ്പത്തുള്ള ഒരാളായിരുന്നു. ആ സമ്പത്ത് ഒരുപാട് ചിലവഴിച്ച മനുഷ്യനാണ്. എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു അവന് കാണിച്ചു കൊടുക്കും. ആ അനുഗ്രഹങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കിയ അവനോട് അല്ലാഹു ചോദിക്കുന്നു, ഈ അനുഗ്രഹങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത്? അവനും പറയും, എന്റെ സമ്പത്തെല്ലാം ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതാണ്. ജനങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടി, ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് നാഥാ എന്ന് പറയുമ്പോ അല്ലാഹു അവനെ നോക്കിയും പറയുന്നു, സജത്ത, നീ പറഞ്ഞത് കളവാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഈ സമ്പത്ത് ചെലവഴിച്ചത് ജനങ്ങളുടെ സേവനത്തിനായിരുന്നെങ്കിലും, ജനങ്ങളുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നെങ്കിലും നിന്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത ദിക്റുള്ള, അല്ലാഹു എന്നെ കാണണം, അല്ലാഹുവിന്റെ പ്രതിഫലം എനിക്ക് ലഭിക്കണം, നാളെ പരലോകത്ത് രക്ഷപ്പെടണം എന്നുള്ളതായിരുന്നില്ല. ഞാൻ ഈ സമ്പത്തെല്ലാം ചെലവഴിക്കുമ്പോ നിന്റെ ചിന്ത ജനങ്ങൾ നല്ലത് പറയണം, ജനങ്ങളുടെ മുമ്പിൽ ഞാനൊരു ദാനധർമ്മിയാണെന്ന് ജനങ്ങൾ എന്നെ കാണുമ്പോൾ മനസ്സിലാക്കണം എന്ന ചിന്തയിലായിരുന്നു നീ ഇതെല്ലാം ചെയ്തിരുന്നത്. അതുകൊണ്ട് നിനക്ക് മലക്കുകളോട് അവനെ നരകത്തിലേക്ക് വലിച്ചെറിയുവാൻ പറയുന്നു. ഇതാണ് ദിക്റുള്ളാഹിന്റെ പദം. എത്ര നല്ല നല്ല കർമ്മങ്ങൾ ചെയ്താലും ആ കർമ്മങ്ങളിൽ ഒരു അണുമണിത്തൂക്കം ജനങ്ങൾ കാണണം, ജനങ്ങൾ അറിയണം, മനുഷ്യരെന്നെ കുറിച്ച് നല്ലത് പറയണം എന്ന് ചിന്തിച്ചാൽ വലിയ നഷ്ടത്തിലാണ് നമ്മൾ പെടുന്നത്. മക്കയിൽ നിന്ന് ഹിജ്റ പോയ സ്വഹാബികളുണ്ട്, മദീനയിലേക്കാണ് ഹിജ്റ പോയത്. ഏറെ ത്യാഗമുള്ള ഹിജ്റയാണ്. തങ്ങളുടെ സമ്പത്തും തങ്ങളുടെ വീടും തങ്ങളുടെ കുടുംബ ബന്ധങ്ങളുമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഏറെ ത്യാഗത്തോടെ ഹിജ്റ പോയിട്ടുള്ള ആ സ്വഹാബികളെ നോക്കി അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആര് ഹിജ്റ അല്ലെങ്കിൽ ആര് മനസ്സിലെന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് അവനുണ്ടാവുക. ആരുടെ മനസ്സിന്റെ നീയത്ത് എങ്ങനെയാണോ അങ്ങനെ അവർക്ക് കിട്ടോ. ആരെങ്കിലും ദുനിയാവിന് വേണ്ടി പെണ്ണ് കെട്ടാൻ വേണ്ടി ഹിജ്റ വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ഹിജ്റ ആ ദുനിയാവിനും പെണ്ണ് കെട്ടാനും വേണ്ടിയാണ്, അല്ലെങ്കിൽ പെണ്ണിന് വേണ്ടിയാണ്. അങ്ങനെ പറയാൻ പറ്റിയ ഒരു കാരണം ഉണ്ടായിട്ടില്ല. ആരുടെയെങ്കിലും ഹിജ്റ അല്ലാഹുവിനും റസൂലിനും വേണ്ടിയാണെങ്കിൽ അവന്റെ ഹിജ്റ അല്ലാഹുവും റസൂലും സ്വീകരിക്കും. അങ്ങനെ പറയാൻ കാരണം ഒരു സ്വഹാബി, അതിലൊരു സ്വഹാബി താൻ സ്നേഹിച്ചിരുന്ന ഒരു പെണ്ണും ഹിജ്റ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ മദീനയിൽ വെച്ച് കാണാമെന്ന നിലയ്ക്ക് മദീനയിലേക്ക് ഹിജ്റ പോയതാണ്. മനസ്സിന്റെ ചാബല്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതറിയുകയും എല്ലാ സ്വഹാബികൾക്കും നിർദ്ദേശങ്ങൾ ഉപദേശമായി കൊടുക്കുകയും ചെയ്യുകയാണ്. നിങ്ങളുടെ എല്ലാം മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ, ദുനിയാവിന്റെ ചിന്തയുണ്ടെങ്കിൽ, ഒരു കാര്യം ചെയ്യുമ്പോ, ഒരു സൽക്കർമ്മം ചെയ്യുമ്പോ ദുനിയാവിന്റെ ചിന്ത, ജനങ്ങളെ കുറിച്ചുള്ള ചിന്ത, ജനങ്ങൾ അറിയണമെന്നുള്ള ചിന്ത, അല്ലാഹുവിന്റെ സ്മരണ കുറഞ്ഞു പോവുകയും ചെയ്താൽ അത് എത്ര വലിയ പ്രവർത്തനമായിട്ടുണ്ട്, അല്ലാഹു അത് സ്വീകരിക്കുകയില്ല എന്നാണ്. നമസ്കാരത്തെ കുറിച്ച് പറയുന്നു, അതിൽ ആഡ് ചെയ്തിട്ടുള്ള, അതിൽ ചേർത്തിട്ടുള്ളത് മുനാഫിഖീങ്ങളെ. എന്താണ് പറഞ്ഞത്? ശരിക്കും ആളുകളൊക്കെയാണ്, പക്ഷേ നമസ്കരിക്കുമ്പോ ആരെയായിരുന്നു ഓർക്കേണ്ടിയിരുന്നത് അവനെ അല്ലാഹുവിനെ ഓർക്കില്ല, മറിച്ച് എന്തൊക്കെയോ കണ്ട സിനിമകളെ കുറിച്ച് ഓർത്തിട്ടുണ്ട്, കച്ചവടത്തെ കുറിച്ച് ഓർത്തിട്ടുണ്ട്, മറ്റു ദുനിയാവിന്റെ ഭൗതികമായ കാര്യങ്ങളെല്ലാം കൃത്യമായി നമസ്കാരത്തിൽ ഇങ്ങനെ ഓർത്തോർത്ത് കണക്കുകളെല്ലാം കൂട്ടി ശരിയാക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹുവിനെ കുറിച്ച് മാത്രം ഓർത്തില്ല. അത്തരത്തിലുള്ള മുനാഫിഖീങ്ങളെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നഷ്ടകാരികളാണവർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമസ്കരിച്ചത് കൊണ്ട് കാര്യമില്ല. ആ നമസ്കാരത്തിൽ ആരെയാണോ ഓർക്കേണ്ടത്, ആരിൽ നിന്നാണോ നമുക്ക് പ്രതിഫലം ലഭിക്കേണ്ടത്, ഏതൊരുത്തനെയാണോ നമ്മൾ കണ്ടുമുട്ടേണ്ടത്, അവനെ ഓർക്കുവാനുള്ള മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമസ്കാരത്തിന്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചൊല്ലുന്ന സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്,
അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ദിക്റുകളുണ്ട്. അല്ലാഹുവിനെ സ്മരിക്കുവാനുള്ള ഒരുപാട് ദിക്റുകൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. നമസ്കാരത്തിൽ പോലും നമുക്ക് അല്ലാഹുവിനെ ഓർക്കുന്നത് കുറവായാൽ ഈ ദിക്റുകളിൽ നമ്മൾ അല്ലാഹുവിനെ ഓർക്കുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോ, അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ഏതേത് അനുഗ്രഹങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ടോ? എന്തോർത്തുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്? എന്തോർത്തുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത്? എന്തോർത്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ ദിക്ർ ചെയ്യുന്നത്? ഒന്നും ഓർമ്മയില്ലാതെ ഞാൻ പറയുകയാണെങ്കിൽ അതിനൊന്നും പ്രതിഫലമുണ്ടാവില്ല. അതൊക്കെ നമസ്കാരം പോലെ, മുനാഫിഖീങ്ങളുടെ നമസ്കാരം പോലെ അല്ലാഹുവിനെ ഓർക്കാതെ യാന്ത്രികമായിട്ടുള്ള ഒരു കാര്യമായി പോവുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ സ്മരണ നിലനിർത്താനായിരിക്കണം ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും. നമുക്കറിയാം, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ, രണ്ട് കൂട്ടുകാരന്മാർ, അല്ലെങ്കിൽ ഒരു ഉപ്പയും മകനും, ഭയങ്കര സ്നേഹമുള്ള ഉപ്പയും മകനും, അവർ പരസ്പരം പറയുന്നു, അല്ലെ നമുക്ക് എന്നെ എപ്പോഴും ഓർക്കണട്ടോ, മോൻ എവിടെ പോയാലും ഉപ്പനെ ഓർക്കണട്ടോ. അല്ല ഉമ്മ പറയും, ഹോസ്റ്റലിലേക്ക് പറഞ്ഞയക്കുമ്പോ, വിദേശത്തേക്ക് പറഞ്ഞയക്കുമ്പോ ഉമ്മ പറയും, മോനെ നീ എവിടെ പോയാലും ഉമ്മനെ ഓർക്കണേ, ഉമ്മനെ വിളിക്കണേ, എല്ലാ ദിവസവും ഉമ്മനെ ഒന്ന് ഫോണിൽ വിളിക്കണേ. നമുക്ക് ബഹുമാനമുള്ള ആളുകൾ ധാരാളം ഉണ്ടാകും. അവരൊക്കെ നമ്മൾ ഓർക്കണമെന്നുള്ള ആഗ്രഹമുള്ള ആളുകളാണ്. നമുക്ക് ആവശ്യമുള്ള ആളുകൾ ഉണ്ടാവും. ആവശ്യമുള്ള ആളുകളെ നമ്മൾ ആവശ്യമുള്ള സമയത്ത് ഓർക്കണം. ഓർക്കും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ. അള്ളാഹ് പറയാണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അല്ലാഹുവിന്റെ കാര്യത്തിൽ നിത്യ ജീവിതത്തിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കും. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലാഹുവിനെ നിങ്ങൾ എന്നെ ഓർക്കണേ, അദ്കുറുക്കും ഞാൻ നിങ്ങളെ ഓർക്കാം. അള്ളാഹ് പറയാ, നമ്മൾ സമയം കണ്ടെത്തണം. നമ്മൾ അല്ലാഹു നോക്കാൻ പ്രത്യേകം സ്ഥലത്തിരുന്ന് പ്രത്യേകം വചനം ഇതിങ്ങനെ ഇരിക്കേണ്ട ആവശ്യമല്ല. നിത്യജീവിതത്തിന്റെ കാര്യം പറയുന്നത്. കച്ചവടം ചെയ്യുമ്പോ അല്ലാഹുവിനെ ഓർക്കണേ, ഫദ്കുറൂനി, ഞാൻ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കച്ചവടം ചെയ്യുമ്പോ അല്ലാഹു പരലോകത്ത് ആകാശത്തിൽ സംസാരിക്കും, എന്റെ അടിമ എന്നെ ഓർത്തിരിക്കുന്നു, എന്റെ അടിമ എന്നെപ്പറ്റി ഓർത്ത് അവന്റെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുന്നു, സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂനി, എനിക്ക് നിങ്ങൾ നന്ദി കാണിക്കണേ, നിങ്ങൾ നന്ദി കാണിക്കണം. നിങ്ങളുടെ അനുഗ്രഹങ്ങളിലേക്ക് നോക്കി, ഞാൻ തന്ന അനുഗ്രഹങ്ങളെ എണ്ണി എണ്ണി കണക്കാക്കി അത് കണക്കാക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെ കണക്കാക്കി നിങ്ങൾ വഷ്കുറൂനി, എനിക്ക് നന്ദി കാണിക്കണം. നന്ദി കാണിക്കുമ്പോൾ അല്ലാഹുവിന്റെ സ്മരണ വരികയാണ്, അല്ലാഹുവിനെ പറ്റിയുള്ള ഓർമ്മ വരികയാണ്. ആരോടെ പറയുന്നത്? ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ആ നിഷ്കളങ്കമായ ഹാജിമാരോട് പറയുന്ന വാക്കാ. ജനിച്ചു വീണ കുഞ്ഞിനെ പോലെയുള്ള ആ ഹാജിമാർ ഇവിടെ വരുമ്പോ നിങ്ങൾ കേടുവരാൻ പാടില്ല എന്ന് പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപദേശം നമുക്കും ആവശ്യമുള്ളതാണ്. പരിശുദ്ധനായ അല്ലാഹു സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്ര നടത്തിയ തന്റെ അടിമയെ അല്ലാഹു യാത്ര നടത്തിയ അല്ലാഹു അവനെത്ര പരിശുദ്ധൻ. സുബ്ഹാനല്ലാഹ്. തബാറക്കല്ലദീ നസ്സല അൽ-ഖുർആന അലാ അബ്ദിഹി ലിയകൂന ലിൽആലമീന നദീറാ, സത്യാസത്യ ഗ്രന്ഥം തന്റെ അടിമയ്ക്ക് മേൽ ഇറക്കിയ അവനെത്ര അനുഗ്രഹീതൻ. തബാറക്, അല്ലാഹു എത്ര അനുഗ്രഹീതനാണ്. എത്ര എത്ര കാര്യങ്ങൾ ഈ ലോകത്ത് കടന്നുപോയി, എത്ര എത്ര ഗാനങ്ങൾ ഈ ലോകത്ത് വന്നു, എത്ര എത്ര കാത്തി ഗ്രന്ഥങ്ങൾ ഈ ലോകത്ത് എഴുതപ്പെട്ടു, എത്ര എത്ര കാര്യങ്ങളുണ്ടായി. അതെല്ലാം മാഞ്ഞുപോയില്ലേ? വലിയ വലിയ പാട്ടുകൾ വന്നു. ഈ ആഴ്ച കഴിഞ്ഞ മാസങ്ങളിലായൊക്കെ വലിയ പാട്ടുകൾ വന്നു. ആളുകൾ പാടുന്നു, കുട്ടികൾ പാടുന്നു. പക്ഷേ അതൊക്കെ കുറച്ച് മാസങ്ങളെ പാടൂ, കുറച്ച് മാസങ്ങളെ പാട്ടിനൊക്കെ ആയിട്ടുള്ളൂ. ഒന്നോ രണ്ടോ പാട്ടുകൾ പുതിയത് വരുമ്പോ പഴയ പാട്ടുകളെല്ലാം മറക്കും. എന്നാൽ ഖുർആൻ എന്ന പാട്ട്, ഖുർആൻ എന്ന അല്ലാഹുവിന്റെ വചനം, സത്യവും അസത്യവും വേർതിരിക്കുന്ന എന്നും നമുക്ക് വഴികാട്ടിയായിട്ടുള്ള ആ വിശുദ്ധ ഖുർആൻ ഇറക്കിത്തന്ന അല്ലാഹ് അങ്ങനത്തെ ഒരു ഗ്രന്ഥം നമുക്ക് തന്നല്ലോ. തീർന്നു പോവാത്ത വിജ്ഞാനമുള്ള, എത്ര വായിച്ചാലും മതി വരാത്ത മറ്റെല്ലാ ഗ്രന്ഥങ്ങളും വായിച്ചു, പക്ഷെ ഒക്കെ മതി വന്നു.
ഒരാഴ്ച ഒരു മാസത്തിൽ ഒരു മാസം നമ്മൾ വായിക്കും, പിന്നെ എടുത്തു നോക്കും. ഒരു പത്രത്തിന് ഒരു ദിവസമാണ് ആഴ്ച. ആ പത്രത്തിൽ എത്ര നല്ല വാർത്തകളുണ്ടെങ്കിലും ശരി, ഒരു ദിവസം കഴിഞ്ഞാൽ ആ പത്രം നമ്മൾ എടുത്തു നോക്കും. ഒരാഴ്ച പതിപ്പിൽ എത്ര നല്ല ലേഖനങ്ങളുണ്ടെങ്കിലും ശരി, ഒരാഴ്ച കഴിഞ്ഞാൽ ആ ആഴ്ച പതിപ്പ് നമ്മൾ കട്ടിലെടുത്തു നോക്കും. വലിയ വലിയ കഥകളും നോവലുകളും എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒന്നോ രണ്ടോ തവണ മാത്രമേ നമ്മൾ ആ കഥകൾ വായിക്കുന്ന ആളുകൾ, വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ആ കഥകളും നോവലുകളും വായിക്കും. ഒന്ന് ഒരാഴ്ച വായിച്ചു, രണ്ടാഴ്ച വായിച്ചു, മതി വരാതെ 3 വർഷം ഇനി വായിക്കണം, അവന് ഭ്രാന്താണ് പറയും. നമ്മളത് എടുത്തു നോക്കും. എത്ര നല്ല ഗ്രന്ഥമാണെങ്കിലും ശരി, നമ്മളെ തട്ടിലെടുത്ത് നോക്കും. റെഫറൻസ് ആയിട്ടില്ല, ഇതിപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന വിശുദ്ധ ഖുർആൻ തബാറക അല്ലാഹു അനുഗ്രഹീതനാണ്. എനിക്കതിന്റെ അർത്ഥം അറിയില്ല, എന്നിട്ട് പോലും ഞാൻ വായിക്കാം. അർത്ഥമറിയില്ല എന്നിട്ട് പോലും വായിച്ചിട്ട് മതി വരാത്ത ഗ്രന്ഥം. അർത്ഥമറിയുമ്പോൾ വീണ്ടും വീണ്ടും പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ കാര്യങ്ങളും എനിക്ക് നൽകുന്ന ഗ്രന്ഥം. ഇത്ര മുൻപുള്ള ഇത്ര നല്ല നല്ല വചനങ്ങളുള്ള ഗ്രന്ഥം ചെറിയ കുട്ടികൾക്ക് വായിക്കാം, പുരുഷന്മാർക്ക് വായിക്കാം, പ്രായം ചെന്നവർക്ക് വായിക്കാം, സ്ത്രീകൾക്ക് വായിക്കാം, ആർക്കും പരിധിയില്ലാത്ത വായിക്കാൻ പറ്റുന്ന ഗ്രന്ഥം. തബാറകല്ലദീ നസ്സലൽ ഖുർആന അലാ അബ്ദിഹി. ഈ ഗ്രന്ഥത്തിന്റെ ആളുകളായി എന്നെ മാറ്റി അല്ലാഹു അനുഗ്രഹിക്കുന്നു. മറ്റൊരു വചനത്തിൽ പറയുന്നു, അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ. ഒരു മാറ്റത്തിരുത്തലുകൾക്കും വിജയമാകാത്ത, ഒരു വളർച്ചയ്ക്കും വിജയമാകാത്ത ഗ്രന്ഥം ഇറക്കിയ തന്റെ അടിമത്തിൽ ഗ്രന്ഥം ഇറക്കിയ അല്ലാഹു അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. ആ ഗ്രന്ഥത്തിന് ഉടമയാണ് ഞാൻ. ആ ഗ്രന്ഥം എന്നെ അറിയിപ്പിച്ച അല്ലാഹുവിന് സർവസ്തുതിയും. ആ ഗ്രന്ഥത്തിന്റെ ആളാക്കി എന്നെ മാറ്റിയ അല്ലാഹുവിന് സർവസ്തുതിയും. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ സ്മരണ നിലനിർത്തുക. ആവശ്യക്കാരന്റെ സ്മരണ. നമ്മളൊരു ആവശ്യക്കാരനാണെന്ന് നമ്മൾ അല്ലാഹുവിനെ സ്മരിക്കണം. ഇന്ന് നോക്കൂ, പല ആശുപത്രികളിലും വലിയ വലിയ രോഗങ്ങളുള്ള ആളുകൾ ചിലപ്പോ ഡോക്ടർമാർ പറയും, എനിക്ക് ചികിത്സയില്ല, ഇനിയൊരു ചികിത്സിച്ചിട്ട് കാര്യമില്ല, ഞങ്ങളുടെ കയ്യിൽ ഇതിന് മരുന്നില്ല എന്ന് പറയുമ്പോ പിന്നെ അവർക്കുള്ള വിശ്വാസം, ഒരു മുസ്ലിമാണെങ്കിൽ, ഒരു നല്ല മനുഷ്യനാണെങ്കിൽ, അല്ലാഹുവിൽ ബോധ്യമുള്ള, അല്ലാഹുവിനെ കുറിച്ച് സ്മരണയുള്ള മനുഷ്യനാണെങ്കിൽ പിന്നെ അവന്റെ ബിലീഫ് സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. ബിലീഫ് സിസ്റ്റം, എനിക്ക് അല്ലാഹു മതി, എന്റെ രോഗം തന്ന അല്ലാഹു അത് സുഖപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അതിന്റെ പര്യവസാനം എങ്ങനെയാണോ കണക്കാക്കിയവൻ അവനത് കണക്കാക്കുമെന്ന വിശ്വാസത്തിൽ ജീവിക്കുന്ന എത്രയോ മാറാ രോഗികൾ, ആശ്വാസത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾക്ക് ഡോക്ടർമാർ കഴിയുന്നിട്ടുള്ള ചില ആളുകൾക്കെങ്കിലും രോഗം ഭേദമായിട്ടുണ്ട്. മരണം വിധിയെഴുതിയിട്ടുള്ള ഡോക്ടർമാർ മരണം വിധിച്ചിട്ടുള്ള പല രോഗികൾക്കും വിശുദ്ധ ഖുർആനിന്റെ വിശ്വാസത്തിൽ, അല്ലാഹുവിന്റെ വിശ്വാസത്തിൽ അത്ഭുതകരമായിട്ട് അവരുടെ ശരീരം അതിനോട് നല്ല രൂപത്തിൽ പ്രതികരിച്ച് രോഗം കുറെയൊക്കെ ഭേദമായ ആളുകളുണ്ട്. അവൾ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോ ബിലീഫ് സിസ്റ്റം, അല്ലാഹുവിനെ സ്മരിക്കുമ്പോ എനിക്ക് അല്ലാഹു മതി, ഈ വലിയ രോഗം തന്ന അല്ലാഹുവാണ്, അതിന്റെ പര്യവസാനം അല്ലാഹു തീരുമാനിക്കുമെന്ന ഉറച്ച വിശ്വാസമുള്ള ആളുകൾ മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, ഏതൊരു മുസീബത്തും ബാധിക്കുന്നത് അല്ലാഹുവിന്റെ അനുമതി പ്രകാരമാണ്. ഇത് അല്ലാഹു നിശ്ചയിച്ചതാണ്, ഇത് അല്ലാഹു കണക്കാക്കിയിട്ടുള്ളതാണ്. ഇതിന്റെ നന്മയും ഇതിന്റെ തിന്മയും അല്ലാഹുവാണ് അറിയുന്നത്. വമൻ യുമിൻ ബില്ലാഹി യഹ്ദി ഖൽബാ, ആര് അല്ലാഹുവിനെ വിശ്വസിക്കുന്നുവോ അവന്റെ മനസ്സിന് അല്ലാഹു ഹിദായത്ത് നൽകും. അത് രോഗത്തിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും മനസ്സുറപ്പുണ്ടെങ്കിൽ പലതും നടക്കും, പല രോഗങ്ങളും മാറും. മനസ്സാണ് പല രോഗങ്ങളുടെയും കാരണമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോ ഈ ഒരു വിശ്വാസത്തിലൂടെ അല്ലാഹുവിനെ സ്മരിക്കുമ്പോ അത്ഭുതങ്ങൾ സംഭവിക്കും. നാളെ കാണുവാനുള്ള അല്ലാഹുവിനെ സ്മരിക്കുക. എനിക്ക് നാളെ അല്ലാഹുവിനെ കാണേണ്ടവനാണ് ഞാൻ. ചില ആളുകൾ ഖുർആൻ ഓതുമ്പോ കരച്ചിൽ വരും, ചില ആളുകൾക്ക് പല കാര്യങ്ങളും കരച്ചിൽ വരും.
ചില ആളുകൾക്കെങ്കിലും ഖുർആൻ ഓതുമ്പോൾ കരച്ചിൽ വരും. എന്താണ് കരച്ചിൽ വരാൻ കാരണം? നിനക്കവിടെ കണ്ണുകളിൽ കാണാം കണ്ണുനീരൊഴുകുന്നത്. എന്തുകൊണ്ടാ? കണ്ണുനീരൊഴുകുന്നത് കാണാം. എന്തുകൊണ്ടാണ്? അവരാ ഖുർആനിലുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു. അതിലുള്ള യാഥാർത്ഥ്യങ്ങളെ അല്ലാഹുവിന്റെ സ്മരണകളുടെ മനസ്സുകളിലേക്ക് അലതല്ലി വരുന്നു. അപ്പോ അവർക്ക് കരച്ചിൽ വരുന്നു. പക്ഷേ സംഭവിക്കുന്നു, ഞാൻ എവിടെയാണ്? എന്റെ പാപം, നാളെ പരലോകം, നരകം, സ്വർഗം കാര്യങ്ങളെ സംബന്ധിച്ച് ശുദ്ധ ഖുർആനിന്റെ കാര്യങ്ങൾ വരുമ്പോ, ആയത്തുകൾ ഓടിക്കേൾപ്പിക്കപ്പെടുമ്പോ അത്തരം ഉള്ള അവസ്ഥയിലേക്ക് ചില ആളുകളെങ്കിലും മാറുന്നു. കരച്ചിലെല്ലാവർക്കും വരും. നമുക്ക് കരഞ്ഞിട്ടുള്ള ആളുകളാണ്. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊരാൾ മരിച്ചാൽ നമ്മൾ കരയും, വാവിച്ച് കരയും. ആ കരച്ചിൽ നഷ്ടബോധത്തിന്റെ കരച്ചിലാണ്. നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ ആൾ മരിക്കുമ്പോഴുള്ള കരച്ചിൽ. ചില ആളുകൾ സീരിയൽ കാണുമ്പോൾ കരയും, സിനിമ കാണുമ്പോൾ കരയും. അതൊരു മായാജാലത്തിന്റെ കരച്ചിലാണ്. ദുനിയാവിന്റെ 100 കൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടി കരയുന്നതിനിടയിൽ ചില ആളുകളെങ്കിലും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കുമ്പം കരയുന്നു. അവർക്ക് അള്ളാഹു പറഞ്ഞിട്ടുള്ള അള്ളാഹുവിന്റെ സ്മരണത്തിലേക്ക് അവർ ഊഴിച്ചിറങ്ങുകയാണ്. അതിന്റെ ഒരു രൂപമാണ് കരച്ചിലായി വരുന്നത്. മറ്റു ചില ആളുകൾ സാമൂഹിക പ്രവർത്തകരാണ്. എല്ലാ രൂപത്തിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങളും അവർ ചെയ്യും. പാവപ്പെട്ടവരെ സഹായിക്കും, യതീമിനെ പരിഗണിക്കും, വിധവകളെ അവർ പരിഗണിക്കും. അങ്ങനെ തുടങ്ങിയിട്ടുള്ള സാമൂഹിക പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നതിന്റെ കാരണമെന്താ? ഞങ്ങൾ നിങ്ങളെ ഭക്ഷിപ്പിക്കുന്നതിന് വഴിയില്ല, അല്ലാഹുവിന്റെ വഴിപോർത്താണ്. ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്തെങ്കിലും പ്രതിഫലമോ വലാ ശുക്കൂറ, ഒരു നന്ദി വാർത്ത പോലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെയും അഭിനന്ദനം പ്രതീക്ഷിക്കാതെ, ഏതെങ്കിലും നോട്ടീസിൽ പേര് വരണമെന്ന് ആഗ്രഹിക്കാതെ ധാരാളം സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. ഇന്നാ നഖാഫു മിർ റബ്ബിനാ, ഞങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യമെന്താ? ഇന്നാ നഖാഫു മിർ റബ്ബിനാ, ഞങ്ങൾ ഭയപ്പെടുന്നു റബ്ബിൽ നിന്ന്. യൗമൻ അബൂസൻ ഖംസരീറാ, മുഖം കുളിച്ചു കളയുന്ന ദുസ്സഹമായ ഒരു ദിവസം വരാനുണ്ട് എന്ന ബോധം കൊണ്ടാണ് ഞങ്ങൾ ഈ സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ നേരത്തെ പറഞ്ഞ രൂപത്തിൽ അള്ളാഹു ആദ്യം ചോദ്യം ചെയ്ത രൂപത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തപ്പോൾ ജനങ്ങൾ കാണണമല്ലോ, ജനങ്ങൾ അറിയണമല്ലോ, നോട്ടീസിൽ പേര് വരണമല്ലോ, അല്ലെങ്കിൽ ഇന്ന ലിസ്റ്റിൽ എന്റെ പേര് വരണമല്ലോ എന്ന് ആ ജനങ്ങൾ എന്നെ കാണുമ്പോൾ എന്നേറ്റ് നിൽക്കണമല്ലോ എന്ന് ആഗ്രഹിച്ചത്. നാളെ അള്ളാഹുവിന്റെ സ്മരണ കൊണ്ടാണ്, അള്ളാഹുവിന്റെ വജ്ഹിൽ ആഗ്രഹിച്ചുകൊണ്ടാണ് നാളെ പരലോകത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോ സന്തോഷത്തോടുകൂടി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നുള്ള ആ ഭയത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത്. ആ രൂപത്തിൽ അള്ളാഹുവിന്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് വിശ്വാസിയായ മുസ്ലിമായ ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ സംഘർഷമില്ലാതെ സമാധാനമുള്ള സ്വസ്ഥതയുള്ള ഒരു മനുഷ്യനായി ജീവിക്കാൻ അള്ളാഹുവിന്റെ സ്മരണ കൊണ്ട് സാധിക്കും. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ സ്മരണ കൊണ്ടാണ് നമ്മുടെ ഹൃദയം ശാന്തമാകേണ്ടത്. അള്ളാഹുവിന്റെ സ്മരണ കൊണ്ട് മാത്രമായിരിക്കണം ഹൃദയങ്ങൾ ശാന്തമാകേണ്ടത്. ദുനിയാവിന്റെ ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഹൃദയം ശാന്തമായിട്ടുണ്ടെങ്കിൽ, സ്വസ്ഥതയായിട്ടുണ്ടെങ്കിൽ അതൊരു ഭൗതികമായ മായാജാലമാണ്. നഷ്ടം വരുമ്പോൾ ദുഃഖിക്കേണ്ടി വരും. അള്ളാഹുവിന്റെ സ്മരണ കൊണ്ട് ഒന്ന് മാത്രമായിരിക്കണം നമ്മുടെ ഹൃദയങ്ങൾ ശാന്തമാകേണ്ടത്. അങ്ങനെയാണ് ഹാജിമാരെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്നത്. വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന, ഞങ്ങൾക്ക് ദുനിയാവിൽ നല്ലത് നൽകണം. വഫിൽ ആഖിറതി ഹസന, പരലോകത്ത് ഞങ്ങൾക്ക് നല്ലത് നൽകണം. വഖിനാ അദാബൻ നാർ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യണേ. എപ്പോഴും നമ്മുടെ മനസ്സിൽ ദുനിയാവിലെ ചിന്ത പോലെ തന്നെ പരലോക ചിന്തയും ഉണ്ടാകണം. വെറും ദുനിയാവ് മാത്രം പോരാ എന്നാണ് ഹാജിമാരെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപദേശം നൽകുന്ന. ആ രൂപത്തിൽ അള്ളാഹുവിനെ ഓർക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. ഒരിക്കൽ കൂടെ അല്ലാഹു ജീവിക്കണമെന്ന് സ്വന്തത്തോടെ നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹുവിനെ സ്മരിക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ചാണ് ഒന്നാമത്തെ പ്രത്യേകതകൾ. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ പല രൂപത്തിലുള്ള അപകടങ്ങളും നിറഞ്ഞ ചുറ്റുപാടുകളാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അപകടങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ലോകാരോഗ്യ സംഘടനയും മറ്റു പല ലോക സംഘടനകൾ പല രൂപത്തിലുള്ള ദിനങ്ങൾ ആചരിക്കാറുണ്ട്. ഇനി ഈ വരുന്ന 26-ാം തീയതി ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ അറിയുകയും മനസ്സിലാക്കുകയും മഹല്ല് ശാക്തീകരണത്തിലൂടെ ഇന്നലെയും നമുക്കറിയാം പല സ്ഥലങ്ങളിലായി കേരളത്തിലെ പല സ്ഥലങ്ങളിലായി MDMA പല രൂപത്തിലുള്ള മയക്കുമരുന്നുകളും പിടികൂടുന്ന അവസ്ഥയാണ്. കോഴിക്കോട് ഒരു പെൺകുട്ടിയെ 3 പ്രാവശ്യമാണ് ആ പെൺകുട്ടി ഗർഭിണിയായിട്ട്. 3-ാമത്തെ പ്രാവശ്യവും അവൾ ഗർഭിണിയാകുമ്പോൾ അവളുടെ കൈകളിൽ സിറിഞ്ച് കുത്തുവാനുള്ള സ്ഥലമില്ലായിരുന്നു. വീട്ടിൽ നിന്ന് ഏതോ ദുർബല നിമിഷത്തിൽ ഇറങ്ങിപ്പോയതാണ്. പോലീസ് പിടികൂടിയിട്ടുള്ള കഥയാണ്. ആ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇസ്ലാമികമായ നിർദ്ദേശങ്ങളോട് ജീവിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. പക്ഷെ പല രൂപത്തിലും പല ഭാവത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ കുട്ടികളിലേക്ക് ഇങ്ങനെ ഇറങ്ങിച്ചെന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. കുടിക്കുന്ന ബോട്ടിൽ പോലും തന്റെ സുഹൃത്ത് തന്റെ സഹപാഠിക്ക് കൊടുക്കുന്ന ബോട്ടിൽ പോലും മയക്കുമരുന്നിട്ട് അതിന്റെ ഗുളികളിട്ട് അവരെ മയക്കുന്ന അറിയാതെ വെള്ളം കുടിച്ചോ എന്ന് പറയുമ്പോൾ ആ ബോട്ടിലിൽ പോലും മയക്കുമരുന്നിട്ടിട്ട് നല്ല മുട്ടായി ഗുളികകൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഗുളികകൾ നൽകി അല്ലെങ്കിൽ മുട്ടായികൾ ആ വെള്ളത്തിലിട്ട് ലയിപ്പിച്ചു കൊടുത്ത് അങ്ങനെ കൊടുക്കുന്ന കാലമാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ ഉപദേശിക്കുകയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ഇതിന്റെ പര്യവസാനം ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുകയും മഹല്ല് ശാക്തീകരണങ്ങളിലൂടെ മഹല്ല് യോഗങ്ങളിലൂടെ കുടുംബയോഗങ്ങളിലൂടെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിരന്തരം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. കോടിക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഇതിനൊക്കെ അടിമകളായിട്ടുള്ളത്. ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും നമ്മൾ അറിയാതെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് അറിയുന്ന ആളുകളെയും പ്രത്യേകിച്ച് അറിയാത്ത നാടുകളിൽ അറിയാത്ത ആളുകൾ നൽകുന്ന വസ്തുക്കളെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അത് ഉപയോഗിക്കേണ്ടതാണോ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനുള്ള പ്രാപ്തി നമ്മൾ നേടിയെടുക്കുന്ന മക്കളെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. വലിയ രോഗങ്ങളിലേക്കും നമ്മുടെ ജീവിതത്തിന്റെ നഷ്ടങ്ങളിലേക്കും നമ്മൾ എത്തിപ്പെടുന്ന അവസ്ഥകളിലേക്കാണ് ഇത്തരം ദുരന്തങ്ങൾ നമ്മളെ കൊണ്ടെത്തിപ്പോയത്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ യുവാക്കളെ ബോധ്യപ്പെടുത്തുക. ഏറ്റവും നല്ല സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന അല്ലാഹു ഇഷ്ടപ്പെടുന്ന കുടുംബമായി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹു നമ്മെ എല്ലാവരെയും മാറ്റി തീർക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നാളെ ഒരു കൂട്ടരെ സ്വർഗത്തിലേക്കും മറ്റൊരു കൂട്ടരെ നരകത്തിലേക്കും ആനയിക്കുമ്പോൾ ആ സ്വർഗത്തിലേക്കുള്ള അമ്പിയാക്കളുടെയും ശുഹദാക്കളുടെയും മുഅ്മിനീങ്ങളുടെയും കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവേശിക്കുമാറാകട്ടെ. നമ്മൾ മരിച്ചതും നമ്മുടെ മാതാപിതാക്കൾ പിതൃമിത്രാദികൾ കുടുംബക്കാർ ഉസ്താദുമാർ നമ്മൾ ഒരുപാട് സ്നേഹിച്ചിട്ടുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെ നമ്മളുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൊടുക്കുമാറാകട്ടെ. ഹജ്ജിമാർക്ക് ഏറ്റവും നല്ല രൂപത്തിൽ അവരുടെ വീടുകളിലേക്ക് കൺകുളിർമയോടുകൂടി സന്തോഷത്തോടുകൂടി അവരുടെ കുടുംബാംഗങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. മുസ്ലിമായതിന്റെ പേരിൽ വിശ്വാസിയായതിന്റെ പേരിൽ ആ പ്രയാസങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ഏറ്റവും നല്ല സുഹൃത്ത് നൽകി അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ക്ഷമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ ഷഹീദായിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകി അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഖുൽ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا هب لنا من ازواجنا وذرياتنا قرة اعين
واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.